UDF-നൊപ്പം ചേർന്ന്. അയ്യോ എനിക്കറിയേയില്ല കേട്ടോ, എനിക്കറിയേയില്ല, എനിക്ക് തീരെ അറിയില്ല. വാർത്ത കണ്ടിരിക്കുന്നു, വാർത്ത എല്ലാ ചാനലിലും വന്നില്ലേ, ചാനലിൽ വന്നു, പത്രങ്ങളിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. എനിക്ക് യാതൊരു ബന്ധവും അദ്ദേഹം അതെ വീഡിയോ ആര് പറയുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായും തെറ്റാണ്. പാർട്ടി എപ്പോഴും രാഷ്ട്രീയ പാർട്ടി എപ്പോഴും എന്താവണം, രാഷ്ട്രീയ പാർട്ടി പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളോടും പിന്നെ കണ്ണും കാതും കൂർപ്പിച്ച് അതിനോട് ശരിയായ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവണം. ഒന്ന്. നമ്പർ 2, അതിന് നിലവിലുള്ളതിനേക്കാൾ ഒരടി മുമ്പോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കുന്ന എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ആ നിലപാടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. 3, അതിന് സഹായകമായ നിലപാട് എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ്, ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല. ഈ 3 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ 3 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ കൂടെ ഇതിനകത്ത് പുതുതായി വന്നിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഐഡിയോളജി, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കൊരു അടിസ്ഥാനപരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ ഐഡിയോളജിയെ മുമ്പിൽ നിർത്തി രാഷ്ട്രീയമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ പൊളിറ്റിക്കൽ ലൈൻ വിശദീകരിക്കുക. ഈ പൊളിറ്റിക്കൽ ലൈൻ വിശദീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടവുപരമായ നിലപാടുകളെ പറ്റി പാർട്ടിയിലുള്ള ആളുകളെ പഠിപ്പിക്കുക. സംഘടന എന്താണെന്നും സംഘടനാപരമായ കാര്യങ്ങൾ എന്താണെന്നും പറയുക. പാർട്ടിക്കകത്ത് പറയേണ്ടത് എന്ത്, പാർട്ടിക്ക് പുറത്ത് പറയേണ്ടത് എന്ത് എന്ന് ഈ വന്ന ആളുകളെ കൃത്യമായി പഠിപ്പിക്കുക. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. സുരേഷ് പറഞ്ഞതൊന്നും ഞാൻ മറുപടി പറയുന്നില്ലപ്പാ. ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ പറ്റി നിങ്ങൾ എന്തായി പറയുന്നത്? ഇടതുപക്ഷം അല്ലാതായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ UDF ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് സുരേഷ് പറഞ്ഞത്. ഏത് ഇടതുപക്ഷ നിലപാട് UDF ആണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. CPM-ന് ഇടതുപക്ഷ മൂല്യം നഷ്ടപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. അയ്യോ അറിയില്ല, എനിക്ക് അയാളോട് ചോദിക്കണ്ടേ, എനിക്കറിയില്ല. മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന സുരേഷുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളാണ്. അത് കറക്റ്റ്. VS-ന്റെ PA ആയിരുന്നു അദ്ദേഹം. VS-ന്റെ PA എന്നുള്ള നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നൊരു കാര്യം. പിന്നെ സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ പരിചയമുണ്ട്. പക്ഷേ ഈ VS-ന്റെ PA ആയിരുന്ന കാലത്തൊന്നും എനിക്ക് യാതൊരു ബന്ധവും അയാളായിട്ടില്ല. അതിന് ശേഷവും യാദൃച്ഛികമായി ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടോ ഏതോ എയർപോർട്ടിൽ വെച്ചിട്ടോ എവിടെയെന്ന് അറിയില്ല, ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ടായി. ഒരു രാഷ്ട്രീയ കാര്യവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയതുപോലെ തനിക്കും കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഔദ്യോഗിക വിഭാഗം അത് പല സന്ദർഭങ്ങളിലും പാർട്ടി പ്രതിസന്ധിയായപ്പോൾ ഈ മണ്ണാർക്കാടും അത് ഒറ്റയ്ക്ക് നിന്ന് പാർട്ടിയെ നയിക്കുകയും ഔദ്യോഗിക വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് PK ശശി. സ്വാഭാവികമായിട്ട് ഈ ഒരു രാജി ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു തുടക്കമാണ്. ഏത് ഈ നിങ്ങളിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം, അതൊരു ഒറ്റയ്ക്ക് നിന്ന് ഇനിയുള്ള ഒരു പോരാട്ടം തുടരാനുള്ള ഒരു തുടക്കം മാത്രമാണ്. ഞാൻ CPM-ൻ്റെ ഏതൊരു നേതാവ് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, എത്ര 41,000 പാർട്ടി മെമ്പർമാരിൽ ഒരാൾ മാത്രമല്ലേ ഞാൻ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആരോ ആവട്ടെ. 41,000 പാർട്ടി മെമ്പർമാരിൽ ഒരാൾ മാത്രമാണ് ഞാനെങ്കിൽ എനിക്ക് ഈ പാർട്ടിയെ വെല്ലുവിളിക്കാനാകുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ ഈ 41,000 ഒരാളല്ലേ. പല സന്ദർഭങ്ങളിൽ പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ PK ശശി എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒരാള് മണ്ണാർക്കാട്ടെ പാർട്ടിയല്ല, പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലൊരു നിലപാടിന് വേണ്ടി തടി കൊടുത്തയാളാണ് ഞാൻ. തടി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ, അങ്ങ് അറിയോ അതിൻ്റെ അർത്ഥം? തടി കൊടുത്തയാളാണ് ഞാൻ, പാർട്ടിയെ കറക്റ്റായിട്ടുള്ള ലൈനിൽ നിർത്താൻ വേണ്ടി. അത് നിങ്ങൾ പറയാം, അത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. പിന്നെന്താ, അത് ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, ശശി വീട്ടിലിരിക്കും, ശശി വീടിൻ്റെ മുക്കിലിരിക്കും എന്നുള്ള ധാരണ ഒരാൾക്കും ഉണ്ടാകേണ്ടതില്ല, ഇങ്ങൾക്കും ഉണ്ടാകണ്ട. ശശി പൊതുരംഗത്ത് സജീവമായിരിക്കും. രാഷ്ട്രീയ മേഖല വിശാലമായി കിടക്കുകയാണ്, സാമൂഹ്യ മേഖല വിശാലമായി കിടക്കുകയാണ്, സാംസ്കാരിക മേഖല വിശാലമായി കിടക്കുകയാണ്. ഈ മേഖലകളിലൊക്കെ എനിക്ക് നന്നായി പങ്കുവയ്ക്കാൻ കഴിയും. ഇപ്പോൾ നല്ല കുറേ ജനകീയമായി ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നവനെല്ലാം അറിയുമല്ലോ. ചില ട്രസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ,
ആ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്ക്. കമ്മ്യൂണിസ്റ്റ് ആശയം ഉയർത്തിയിട്ട് തന്നെയാണോ മുന്നോട്ട് പോയി? ഏത് ആ ആശയം ഒരിക്കലും എൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. അതെൻ്റെ ജീവാംശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ആശയവും മാർക്സിസം ലെനിനിസവും എൻ്റെ ജീവൻ്റെ ഭാഗമാണ്. എൻ്റെ കുടുംബം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുടുംബമാണ്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുടുംബമാണെന്ന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് പല കമ്മ്യൂണിസ്റ്റുകാരോട് വിരോധം മാത്രമല്ല അറപ്പുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നയാളാണ്. ഒരു സുദീർഘമായ കാലഘട്ടം മുഴുവൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം, ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രൂപത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്.